ഇന്ന് ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നതായ തിരുവചന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്ന് 10 കന്യകമാരെക്കുറിച്ചുള്ളതായ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത്. 10 കന്യകമാർ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഉള്ളതായ വേദഭാഗം. അവിടെ പറയുന്നത്, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്ത് പുറപ്പെട്ടതായ 10 കന്യകമാരോട് സദൃശ്യമാവും. ഇവിടെ പറയുന്നത്, സുമിരയിൽ മൈക്കുണ്ടോ? ഇവിടെ സ്വർഗരാജ്യത്തിലേക്ക് വേണ്ടി 10 കന്യകമാർ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ 10 കന്യകമാരുടെ കയ്യിൽ വിളക്കുണ്ട്. പക്ഷേ അവിടെ 5 പേരെ പ്രതിപാദിച്ചു. അവിടെ പറയുന്നത് 5 പേർ ബുദ്ധിയില്ലാത്തവർ, 5 പേർ ബുദ്ധിയുള്ളവർ. എന്നാൽ ഈ 10 പേരും എന്താണ്? സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അവരുടെ കയ്യിൽ വിളക്കെല്ലാം ഉണ്ട്. പക്ഷേ വചനം പറയുന്നത് അതിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും. എന്താണ് ഈ 5 പേർക്ക് ബുദ്ധിയില്ലാത്തത്? അവർക്ക് വിളക്കുണ്ട്, പക്ഷേ അവരുടെ വിളക്കിൽ എന്തില്ല? എണ്ണയില്ല. അപ്പോൾ നാം വിളക്കെടുക്കുമ്പോൾ മണവാളനെ എതിരേൽക്കുവാനാണ് അവർ ഒരുങ്ങിയിരിക്കുന്നത്. അവർ മണവാട്ടിയാണ് ഇവർ. ഈ 10 കന്യകമാർ എന്ന് പറയുന്നത് മണവാട്ടികളായിട്ടാണ് ഒരുങ്ങിയിരിക്കുന്നത്. മണവാളൻ വരാൻ പോവുകയാണ്. അപ്പോൾ മണവാളൻ വരുന്ന സമയത്ത് ഈ ഒരുങ്ങിയിരിക്കുന്ന 10 കന്യകമാർക്കും കടന്നു പോകാൻ കഴിയുമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ അവർ വിളക്കുമെടുത്ത് തിരിച്ചിരിക്കുകയാണ്. വിളക്കിനെ പ്രദാനം ചെയ്യുന്നത് സഭയെക്കുറിച്ചാണ്. എന്നാൽ എണ്ണയെ പ്രതിപാദിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പോൾ 5 പേരുടെ കയ്യിൽ സഭ മാത്രമേ ഉള്ളൂ, എണ്ണയില്ല. എന്ന് പറയുമ്പോൾ വിളക്കുണ്ട്, പരിശുദ്ധാത്മാവില്ല. എന്നാൽ മറ്റു ബുദ്ധിയുള്ളതായ ആ കന്യകമാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കയ്യിൽ സഭയുമുണ്ട്, അവരെ എന്തുണ്ട്? പരിശുദ്ധാത്മാവും ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് അനേകർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവർ പറയുകയാണ്, മറ്റു വ്യക്തികൾക്ക് എന്തില്ല? പരിശുദ്ധാത്മാവില്ല, അവർക്ക് വിളക്ക് മാത്രമേ ഉള്ളൂ. അവരുടെ കയ്യിൽ എന്തില്ല? എണ്ണ ഇല്ല. എണ്ണ ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ളതായ എണ്ണ ഏതെണ്ണയാണ്? നിങ്ങളുടെ കയ്യിലുള്ള വിളക്ക് എപ്രകാരമുള്ളതാണ് എന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. കാര്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മനുഷ്യ ഹൃദയത്തിലാണ്. അല്ലാതെ അവർ പറയുന്നതായ രീതിയിലുള്ളതായ ആരാധനയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും അല്ല. വ്യക്തമായി വെളിപാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 13-ഉം 14-ഉം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. അവിടെ ആരുടെ പ്രവർത്തനമാണ് ഈ സഭകളിലൂടെ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി യോഹന്നാന്
വെളിപ്പെടുത്തി കൊടുത്തതായ ആ വെളിപാട് പുസ്തകത്തിൽ 16-ാം അധ്യായം അതിൻ്റെ 13-ഉം 14-ഉം എടുത്തവർക്ക് പെട്ടെന്ന് വായിക്കാം. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും, അവിടെ പറയുന്നത് മഹാസർപ്പത്തിന്റെ വായിൽ നിന്ന്, മൃഗത്തിന്റെ വായിൽ നിന്നും, മൃഗത്തിന്റെ വായിൽ നിന്ന്, കള്ളപ്രവാചകന്റെ വായിൽ നിന്നും, കള്ളപ്രവാചകന്റെ വായിൽ നിന്ന്, തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ. എന്താണ് വന്നിരിക്കുന്നത്? 3 അശുദ്ധ ആത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവർ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ, ഭൂതലത്തിലുള്ള എല്ലാ രാജാക്കന്മാരെയും സർവശക്തനായ ദൈവത്തിന്റെ മഹാകോപ ദിവസത്തിലേക്ക് യുദ്ധത്തിന് കൂട്ടിച്ചേർക്കുവാൻ തക്കവണ്ണം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ മതി. അപ്പോൾ ഈ ആത്മാക്കൾ ആരെന്ന് മനസ്സിലായല്ലോ? തവളയെപ്പോലെ ഇല്ലേ? ഇവിടെ ആരാണ്? ഇവിടെ മഹാസർപ്പം. നമുക്കറിയാം ആരാണ് മഹാസർപ്പം ആരെന്ന് നമുക്കറിയാം. പിന്നെ രണ്ടാമത് പറഞ്ഞത് ആരെയാണ്? മൃഗത്തിന്റെ വായിൽ. രണ്ടാമത്തത് മൃഗം ആരെന്നും നമുക്കറിയാം, കള്ളപ്രവാചകൻ ആരെന്നും അറിയാം. ഇവർ 3 പേരും കൂടെ ഒരു ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് തവളയെപ്പോലെയുള്ളതായ പ്രവർത്തനങ്ങൾ ഇന്ന് ലോകം മുഴുവനും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് ജനങ്ങളെ കംപ്ലീറ്റ് അവൻ്റെ കാര്യങ്ങളിലേക്ക് അവൻ ഇന്ന് കൂട്ടി ഇണക്കിയിരിക്കുകയാണ്. ജനമെല്ലാം ഇന്ന് അവൻ്റെ കൂടെയാണ്. കാര്യം എന്താണ്? രോഗസൗഖ്യം, വിടുതൽ ഇന്ന് എവിടെ നോക്കിയാലും അത് തന്നെയാണ്. അത് ആരുടെ പ്രവൃത്തിയാണ്? അവസാനത്തെ ഭാഗത്ത് വായിച്ചപ്പോൾ അത് ഭൂത ആത്മാക്കളിലൂടെ എന്ന് നമുക്ക് കാണാം. അപ്പോൾ അവർ പ്രവർത്തിക്കുന്നത് ആരാണ്? ദൈവത്തിൻ്റെ ആത്മാവാണോ ഭൂതത്തിൻ്റെ ആത്മാവാണോ? എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഒരു വ്യക്തി പോലും ഈ ലോകത്തിൽ രക്ഷപ്പെടുവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ പിശാച് വളരെ തന്ത്രപ്രധാനമായിട്ട് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 12 വെളിപാട് പുസ്തകം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ പിശാചിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിയിടുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ നമുക്ക് സാധിക്കും. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു എന്ന് അവിടെ പറയുകയാണ്. നമ്മൾ മറ്റേ പഴയ പാമ്പ് ഏതാണ്? ഈ പഴയ പാമ്പ് ആദാമിനെയും ഹവ്വയെയും വഴിതെറ്റിച്ചതായ പാമ്പ്. ആ പാമ്പ് സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. നമുക്കത് യെശയ്യാ പ്രവചനം 14-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ 14 മുതലുള്ള വാക്യം വായിക്കുക. യെശയ്യാ പ്രവചനം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ 17 ഒന്ന് വായിക്കാം. 17 ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതല്ല വായിക്കാതെ അവിടെ പറയുന്നത് അരുണോദയ പുത്രനായ ശുക്ര
നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു സ്വർഗത്തിൽ നിന്ന് നിലത്ത് വീണു. ഞാൻ സ്വർഗത്തിൽ കയറും. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും എന്ന അന്ന് ഇപ്രകാരം ഈ ശാത്താൻ അല്ലെങ്കിൽ പഴയ പാമ്പായ ഈ പാമ്പ് ദൈവത്തോട് മത്സരിക്കുമ്പോഴാണ് അവനെ ആദ്യമായി ഭൂമിയിലേക്ക് തള്ളുന്നത്. അതുകൊണ്ടാണ് ഏദനിൽ പോയി ആദാമിനെ ഹവ്വയെയും അവൻ എന്ത് ചെയ്തത്? തെറ്റിച്ചത്. അതിനുശേഷം ഇവൻ പലപ്പോഴും ദൈവത്തിൻ്റെ അടുക്കൽ പോകുമായിരുന്നു. ആര് പോകുമായിരുന്നു? ഈ ശാത്താൻ്റെ അധികാരത്തെ ദൈവം എടുത്തു കളഞ്ഞില്ല. അവൻ എപ്പോഴും ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ വരാം. അങ്ങനെയായിരുന്നു. അവൻ ഈ ഭൂമിയിൽ ഊരാടി സഞ്ചരിച്ച് ഇവിടുത്തെ നുണയും കൊണ്ടാണ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം ശാത്താൻ അവിടെ പറയുന്നത്, അവിടെ നമ്മൾ 2-ാമത്തെ വാക്യം വായിക്കുക. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മളവിടെ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എന്താണ് വായിക്കുന്നത്? പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. ഇവിടെ മാത്രമല്ല, മറ്റു ഒരുപാട് വചനങ്ങളിൽ സാത്താൻ വീണ്ടും ദൈവത്തിന്റെ അടുക്കൽ പോകുന്നതെല്ലാം നമുക്ക് അതിലൂടെ കാണുവാൻ നമുക്ക് കഴിയുകയാണ്. അപ്പോൾ സാത്താന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിച്ഛേദിച്ചിട്ടില്ല. ഭൂമി തള്ളപ്പെട്ടെങ്കിലും ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ ദർശിക്കുവാൻ അവൻ കടന്നു പോവുകയാണ്. എന്നാൽ അതിന് ഒരു അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഈ 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അതിൻ്റെ 13-ാമത്തെ വാക്യം, 12-ന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് ഭൂതലത്തിൽ തള്ളിക്കളഞ്ഞു എന്ന മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറകു ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. സർപ്പം സ്ത്രീയെ ഒഴുക്കി കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. ഇവിടെ പറയുന്നത് ഈ പിശാചിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളപ്പെട്ടു. ഇനി ഈ പിശാചിന് എവിടെ കടന്നു പോകാൻ സാധ്യമല്ല? സ്വർഗത്തിൽ കടന്നു പോകാൻ കഴിയില്ല. എപ്പോഴാണ് കർത്താവായി യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് അവൻ വിജയിച്ച് വിജയലാളിതനായി അവൻ സ്വർഗത്തിൽ പോയി. അവൻ സ്വർഗരാജ്യം നമുക്ക് വേണ്ടി അവൻ കരസ്ഥമാക്കിയപ്പോൾ പിന്നെ പിശാചിന് അവിടെ സ്ഥലമില്ലാതെ അവനെ ഭൂമിയിൽ തന്നെ തള്ളപ്പെട്ടു. ആ തള്ളപ്പെട്ടതായ ഈ പിശാച് ഇവിടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഇവിടത്തേതായ ജനത്തെ ഇന്ന് വഴിതെറ്റിക്കുവാൻ തക്കവണ്ണമാണ് നാം നേരത്തെ വായിച്ച വചനത്തിൽ കണ്ടത്. എന്താ നാം കണ്ടത്? അവിടെ വായിച്ചല്ലോ നമ്മൾ, അവിടെ പഴയ പാമ്പായ ആരാണ്? സർപ്പത്തെയും പിന്നെ മൃഗത്തെയും പിന്നെ കള്ളപ്രവാചകന്മാരെയും നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞത്. അവർ ഇവിടെ വന്ന് ജനത്തെ വഴിതെറ്റിച്ചുകൊണ്ട് ദൈവകൽപ്പനകൾക്ക് വിപരീതമായി അവരെ എന്ത് ചെയ്തിരിക്കുകയാണ്? അവരെ കൂട്ടി ദൈവത്തോട് മത്സരിക്കുവാൻ തക്കോണം ഇന്ന് കെണിഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിലുള്ള കൂട്ടരെയാണ് ഈ 10 കന്യകമാരിൽ 5 പേരെ നമ്മൾ കാണുന്നത്. അവർക്ക് സഭയുണ്ട്, പക്ഷേ അവർക്ക് എന്തില്ല? പരിശുദ്ധാത്മാവ് ഇല്ല. അവരെ നയിക്കുന്നത് ആരാണ്?
അവരെ നയിക്കുന്നത് ഇന്ന് കള്ളപ്രവാചകന്മാർ ആണ്. നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നുവെങ്കിൽ നമ്മുടെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ അവരെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നുവെന്ന് നാം ചിന്തിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അവിടെ അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കള്ളപ്രവാചകന്മാരെ, അവിടെ പറയുന്ന കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം, അവർ ഇപ്രകാരമാണ്, ആടുകളുടെ വേഷം പൂണ്ട നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമേയോ അവരെയോ കടിച്ചു കീറുന്ന ചെന്നാക്കൾ ആകുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ കള്ളപ്രവാചകന്മാർ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ നേരത്തെ 13-ാം അധ്യായം നമ്മൾ വായിച്ചു, 16-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. അവിടെ മഹാസർപ്പവും പിന്നെയോ മൃഗവും കള്ളപ്രവാചകൻ, ഇവർ മൂന്നും കൂടെ ജോഡിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ പ്രവാചകനായിരിക്കുന്ന കള്ളപ്രവാചകനെ ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങോട്ട് വിടുകയാണ്. അവർ കള്ളപ്രവചനങ്ങൾ അങ്ങ് നടത്തുകയാണ്. പക്ഷെ അവരിലുള്ളതോ ഭൂതാത്മാക്കളത്രേ. വേദപുസ്തകത്തിൽ പറഞ്ഞ അവരിൽ ഉള്ളത് എന്താണ്? ഭൂതാത്മാക്കളത്രേ, ദൈവാത്മാവല്ല. വ്യക്തമായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ 16-ാം അധ്യായം 13 മുതൽ താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ വ്യക്തമായി നമ്മൾ അവിടെ പഠിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 21, 7-21 മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഇവിടെ പറയുന്നത് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, പിന്നെയോ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എന്ന് പറയാണ്. അതിന്റെ താഴെയുള്ള വാക്യം വായിക്കാം. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് പറഞ്ഞു. നോക്കണേ, ഈ വചനങ്ങളെല്ലാം വ്യക്തമായി വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുകയാണ്. കള്ളപ്രവാചകന്മാർ മൃഗത്തെയും ഇവിടെ പറയുന്ന മഹാസർപ്പത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ന് ലോകത്തിൽ വ്യാപകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ജനമെല്ലാം അവരെ കൂടെയാണ്. അവർ പറയുകയാണ്, ഞങ്ങളിൽ പരിശുദ്ധാത്മാവുകൾ, ഞങ്ങൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗസൗഖ്യങ്ങൾ എല്ലാം കർത്താവ് പറയുകയാണ്. അവിടെ കർത്താവിൻ്റെ അടുക്കലും പോയി പറയുകയാണ്, ഞങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അടയാളങ്ങൾ പ്രവർത്തിച്ചു, വീര്യപ്രവൃത്തികൾ ചെയ്തു. കർത്താവ് പറഞ്ഞ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. കാര്യം നിങ്ങളിൽ എന്ത് മാത്രമേ ഉള്ളൂ? നിങ്ങളിൽ വിളക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങളിൽ എന്തില്ല? എണ്ണയില്ല. നിങ്ങൾ കള്ളപ്രവാചകന്മാരാണോ? എന്താണ് നിങ്ങളുടെ ആഗ്രഹം? ദൈവത്തെ തോൽപ്പിക്കുക. കാര്യം പിശാചിന് ഈ ജനത്തെ ദൈവത്തോട് മത്സരിപ്പിക്കുവാൻ തക്കവണ്ണം ഈ ജനത്തെ ദിനംതോറും അവനെ അപാപത്തിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിശാചിന് അവരോട് വലിയ സ്നേഹവുമാണ്. എന്നാൽ ഒരു വ്യക്തിയോട്, ഒരു സഭയോടുകൂടെ
വളരെ വിരോധവും അവർക്കുണ്ട്. നമ്മൾ അതൊന്ന് വായിക്കാം. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ളവരും അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ശേഷിപ്പ് സഭ ഏതാണ്? ശേഷിപ്പ് സഭ ദൈവകൽപ്പന അനുസരിക്കുന്ന സഭ ഏതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ആരാ പടവെട്ടാൻ പോയിരിക്കുന്ന? മഹാസർപ്പം ഇന്ന് നമ്മളോട് കൂടെ കോപിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് വിളക്കുണ്ട്, നമുക്ക് എണ്ണയുമുണ്ട്. എണ്ണ പ്രദാനം ചെയ്യുന്നത് ദൈവത്തിൻ്റെതായ പരിശുദ്ധാത്മാവിനെയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് പ്രാധാന്യമുണ്ട്. മഹാസർപ്പം കോപിച്ചത് ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസം കാത്തുകൊള്ളുന്നതായ ജനത്തോടു കൂടെയാണ്. അതാണ് വെളിപാട് പുസ്തകം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ അപ്പൊ അവിടെ എല്ലാം ദൈവത്തിന്റെ കൽപ്പന ആവശ്യമാണ്. ഇന്ന് കൽപ്പന നീങ്ങിപ്പോയി എന്ന് പഠിപ്പിച്ചുകൊണ്ട് കള്ളപ്രവാചകന്മാർ ഭൂതാത്മാവുമായി തവളയെ പോലെ 3 ആത്മാക്കൾ എന്നാണ് പറയുന്നത്. 16-ാം അധ്യായത്തിൽ ഞാൻ പറയുന്നില്ല. വെളിപാട് പുസ്തകം 16-ാം അധ്യായം 13 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ആരൊക്കെയാണ് കൂട്ടിച്ചേർന്നുകൊണ്ട് തവളയെപ്പോലെയുള്ള ആത്മാക്കള് അവരുടെ ശബ്ദങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് ഇന്ന് ലോകവ്യാപകമായി ജനത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം യോഹന്നാനോ വെളിപ്പെടുത്തി കൊടുത്തതായ വെളിപ്പാടാണ്. ഇതിലൊന്നും നാം വീണു പോകരുത്. ഇവിടെ ബുദ്ധിയില്ലാത്തതായ സ്ത്രീകളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചു കൊണ്ടിരുന്നത്. ബുദ്ധിയുള്ളതായ സ്ത്രീകൾ 5 പേരുണ്ടായിരുന്നു. അവരിൽ വിളക്കുമുണ്ടായിരുന്നു, എണ്ണയും ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ നമ്മുടേതായ വെളിപാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 4-ഉം 5-ഉം ഒന്ന് വായിക്കാം. വെളിപാട് പുസ്തകം 14-ാം അധ്യായം 4-ഉം 5-ഉം. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് ഉണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ. അപ്പോ ബുദ്ധിയുള്ളവരെ നമുക്ക് മനസ്സിലായല്ലോ. അവർ എപ്രകാരമുള്ളവരാണ്? ആദ്യം അവർ എപ്രകാരമുള്ളവരാണ്? അവർ കന്യകമാരാകയാൽ അവർ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്ത. സ്ത്രീ എന്ന് പറയുന്നത് സഭ. സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സഭ. അവർ കളങ്കപ്പെടാത്തവർ, അവർ മലിനപ്പെടാത്തവർ എന്ന് പറയുമ്പോൾ മറ്റു ഭൂത ആത്മാക്കളുടേതായ ആരാധനകളിൽ കടന്നു പോകാതെ സത്യസന്ധമായിട്ട് ദൈവകൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുന്നതായ ജനം, അവരാണ് ബുദ്ധിയുള്ളതായ ജനം. ദൈവകൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. ബുദ്ധിയില്ലാത്തവരെ കുറിച്ച് യൂദ പറഞ്ഞിട്ടുണ്ട്. 1:19 ഒരു അധ്യായം നമ്മൾ യൂദ 1:19 അവിടെ എന്താ പറയുന്നത്? ഈ ബുദ്ധിയില്ലാത്തവരെ കുറിച്ച് അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. അവർ ആരാണ്? പ്രാപ്തന്മാർ. അവരിൽ ആത്മാവില്ലാത്തവർ എന്നാണ്
എന്താ നമുക്ക് തരുന്ന ഉപദേശം? നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയമായ വർധനവ് വരുത്തി പരിശുദ്ധാത്മാവ് പ്രാപിച്ച് നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നന്മയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊണ്ടുവരും. നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മറ്റു സഭകളുമായി മലിനപ്പെടാത്തവരാണ്. ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നവരാണ്. 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരും. അവരും 10 പേർ ഒരുങ്ങിയിരിക്കുകയാണ്. മണവാളൻ വരും. ആ മണവാളൻ വരുന്നത് ഏത് സമയത്തെന്നറിയില്ല. പക്ഷേ അവർ ഒരുങ്ങിയിരിക്കണം. വിളക്കം കൊണ്ടാണ് ഒരുങ്ങിയിരിക്കുന്നത്. 5 വരയിൽ എണ്ണയുണ്ട്, 5 വരയിൽ എണ്ണയുമില്ല. എണ്ണ ഉള്ളവരാരാണ്, എണ്ണയില്ലാത്തവരാരാണ്? നമുക്ക് വ്യക്തമായി അനേക വചനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. ഇവിടെ നാം ഇതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവം വലിയൊരു അനുഗ്രഹം നമുക്ക് നൽകിയിരിക്കുക. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന്റെ വിശുദ്ധ കൽപ്പന അനുസരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ എന്ന് ഇവിടെ കടന്നു വരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇവിടെ നാം 25-ാമത്തെ വാക്യം നമുക്ക് വീണ്ടും മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. അതിന്റെ താഴെയുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാം. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിലാണ്. അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയില് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കണ്ടതാണ്. ഒരു വിവാഹം കഴിഞ്ഞ ആഴ്ച നടക്കേണ്ടതാണ്. വിവാഹം ഭാര്യ വീട്ടുകാർ എല്ലാം ഒരുങ്ങി. മണവാളൻ ഇപ്പോൾ വരും. ആ ബന്ധുക്കളെയൊക്കെ വിളിച്ചു. അവർക്ക് കൊടുക്കേണ്ടതായ സദ്യ കാര്യങ്ങളൊക്കെ ഒരുക്കി നല്ല രീതിയിൽ ആഡംബരമൊക്കെ ആയിട്ട് ഒരു കല്യാണം അല്ലെങ്കിൽ വിവാഹം നടത്തുവാൻ തക്കവണ്ണം എല്ലാം സജ്ജീകരിച്ചു. പക്ഷേ മണവാളൻ വരുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നു. പക്ഷെ മണവാളൻ വന്നില്ല. സമയം അതിക്രമിച്ചു പോകുന്നു. പെൺവീട്ടുകാർ വളരെ വിഷമത്തിലായി. ഏതാ ഒരു പിടുത്തവുമില്ല. അവിടുന്ന് ഒരു മെസ്സേജും വരുന്നില്ല. അവരൊരു അറിയിപ്പും കൊടുക്കുന്നില്ല. അവസാനം ഈ മണവാളൻ എന്തുകൊണ്ട് വന്നില്ല? അവരന്വേഷിച്ച് മണവാളന്റെ വീട്ടിൽ പോയി. അവര് ആ കല്യാണ കുറി എടുത്ത് പെൺവീട്ടുകാരുടെ കയ്യിലേക്ക് കൊടുത്തു. ഈ ഒരു സെന്റൻസ് ഒന്ന് വായിച്ചൊന്ന് കേൾപ്പിക്കാൻ പറഞ്ഞു. അവർ വായിച്ചു. ഈ വിവാഹത്തിൽ എന്റെ വീട്ടിൽ വിവാഹത്തിൽ വരുന്നതായ ഒരു വ്യക്തിയും മദ്യപിച്ചുകൊണ്ട് വരരുത്. അപ്പൊ നിങ്ങൾ വരേണ്ടതില്ലേ പറഞ്ഞു. പിന്നെ എന്തിനാ ഞങ്ങൾ വരുന്നത്? ഞങ്ങൾ ആരൊക്കെയാണ് മദ്യപിച്ചോണ്ട് വരുന്നത് ഞങ്ങൾക്കറിയില്ലല്ലോ. അതായത് നിങ്ങൾ വരാതിരുന്നാൽ മതിയല്ലോ. ആര് ചെയ്ത തെറ്റാണ്? വരന്റെ വീട്ടുകാരും ചെയ്ത തെറ്റാണോ? പെൺവീട്ടുകാർ തന്നെയാണ് ബുദ്ധിയില്ലാത്തവര്. മകളെ വിവാഹത്തിന് ഈ ഒരു സെന്റൻസ് വെക്കേണ്ട ആവശ്യമുണ്ടോ? മദ്യപിച്ചുകൊണ്ട് ആരും എന്റെ വീട്ടിൽ കല്യാണത്തിന് വരരുത്. ഇത് ഭൗതിക ലോകത്തിൻ്റെതായ ഒരു അനുഭവം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആത്മീയ ലോകത്തിലും അവിടെ പറയുമ്പോൾ മണവാളൻ വരും, വരാതിരിക്കില്ല. അവൻ വരും. പക്ഷേ അവൻ എപ്പോഴാണ് വരുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയാം. പക്ഷെ നമ്മൾ ഒരുങ്ങിയിരിക്കണം. നാം എപ്രകാരമാണ് ഒരുങ്ങേണ്ടത്? 5 കന്യമാർ ബുദ്ധിയില്ലാത്തവരും 5 കന്യമാർ ബുദ്ധിയുള്ളവരുമാണ്. നമ്മൾ എപ്പോഴും ബുദ്ധിയുള്ളവരായിരിക്കണം.
നാം എപ്പോഴും ബുദ്ധിയുള്ളവരായിരിക്കണം. നാം മറ്റു സഭകളുമായി കളങ്കപ്പെടാത്തവരായിരിക്കണം. നമ്മൾ ദൈവകൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കൊണ്ട് ദൈവത്തിന്റെ ആരാധനകളെ നമ്മൾ ദൈവവിശ്വാസത്തോടുകൂടെ അവരുടെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടെ ജാഗരിച്ചുകൊണ്ടും ജീവിക്കുവാൻ തക്കവണ്ണം ഈ വചനങ്ങളൊക്കെ എല്ലാം നമുക്ക് നൽകിയത്. ഇവിടെ ഇവർ 10 പേരും മയങ്ങിപ്പോയെന്നുള്ളതാണ്. വിളക്കും എണ്ണയും എടുത്തവരും മയങ്ങി, വിളക്ക് മാത്രം എടുത്തവരും മയങ്ങി. പക്ഷേ മണവാളൻ എപ്പോഴാണ് വന്നതെന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലല്ലോ വരുന്നത്. എന്നാൽ രാത്രിയുടെ യാമത്തിൽ മണവാളൻ വന്നു. ഒരു ആർപ്പുവിളി ഉണ്ടായി. ആ സമയത്ത് ഇവർ എന്ത് ചെയ്തു? വായിച്ച സൗകര്യ ആ സമയത്ത് എന്ത് ചെയ്തു? അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. വായിക്കട്ടെ. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളെ വിളക്ക് കെട്ടുപോകുന്നതിന് മുൻപ് നിങ്ങളുടെ എണ്ണയിൽ കുറച്ച് ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കലേക്ക് പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. വാതിൽ അടയ്ക്കുകയും ചെയ്തു. വാങ്ങാൻ പോയവർക്ക് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ല രക്ഷയുണ്ടോ? ഒരു രക്ഷയുമില്ല. ഒരുങ്ങിയിരുന്നു. കർത്താവ് വന്നു. അവരെ കൂട്ടിക്കൊണ്ട് കല്യാണ സദ്യക്ക് പോയി. ബുദ്ധിയുള്ള 5 പേർ. അവർക്ക് ദൈവകൽപ്പന ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, വിശുദ്ധ ആരാധനയുണ്ടായിരുന്നു. അവർക്ക് കർത്താവിന്റെ വരവെങ്കിൽ അവനോടുകൂടെ പോകുവാൻ സാധിക്കുമെന്ന് വ്യക്തമായി ഈ തിരുവചനം പറയുകയാണ്. വാതിലടച്ചു. വാതിലടച്ചാൽ പിന്നെ ആർക്കും രക്ഷയില്ല. ഒരിക്കൽ ദൈവം ഒരു വാതിലടച്ചു. എവിടെ വാതിലടച്ചത്? ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുക. അതിന് 17 തോന്നുന്നു. ഉൽപ്പത്തി 7:17 തോന്നുന്നു. വായിക്കാൻ യഹോവ വാതിലടച്ചു. അവിടെ പറഞ്ഞ് യഹോവ വാതിലടച്ചു. എപ്രകാരമാണ് വാതിലടച്ചത്? നോഹയും അവന്റെ ഭാര്യയും അവന്റെ 3 മക്കളും മരുമക്കളും, മൃഗങ്ങൾ, ഈ ലോകത്തിലുള്ള സകല ജീവികളിൽ നിന്ന്, ശുദ്ധിയുള്ളതിൽ നിന്ന് 7 ശുദ്ധിയില്ലാത്തത് 2 പെട്ടകത്തിൽ കയറി. യഹോവ വാതിലടച്ചു. ഇവിടെയും വിശുദ്ധരെ പോയി ഇവിടെയും വാതിലടച്ചു. വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും പ്രവേശനം ഇല്ല. ഇവിടെ 10 കന്യകമാരിൽ എത്ര കന്യകമാരാണ് അതിൽ കയറിയത്? 5 പേർ. 5 പേർ ബുദ്ധിയില്ലാത്തവരാണ്. ഇവിടെ നാം നോക്കുമ്പോൾ താഴെ വായിക്കുമ്പോൾ വാതിലടച്ചു. അതിനുശേഷം വായിക്കുക 25 വാതിലടച്ചു. അതിനുശേഷം മറ്റു കന്യകമാർ വന്നു. കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ ആ 10 കന്യകമാർ 5 കന്യകമാർ വന്ന് പറഞ്ഞിട്ട് അവർ വന്ന് പറയുകയാണ്, കർത്താവേ കർത്താവേ ഞങ്ങൾക്കും തുറന്നു തരണമേ. കർത്താവ് ഞാൻ നിങ്ങളെ അറിയില്ല. കള്ളപ്രവാചകന്മാർ പറഞ്ഞു ഭൂതങ്ങളെ പുറത്താക്കി, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീരപ്രവൃത്തികൾ ചെയ്തു, എല്ലാം നിന്റെ നാമത്തിലാണ്. പക്ഷെ നിന്നിൽ പ്രവർത്തിച്ചത് എന്റെ നാമത്തിലാണ്. നിന്നിൽ പ്രവർത്തിച്ചതാരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അശുദ്ധാത്മാവ്, ഭൂതാത്മാവ്. അതുകൊണ്ട് ഞാൻ നിന്നെ അറിയുന്നില്ല.
ഇനി നിത്യ അഗ്നി. ഇനി നിത്യ അഗ്നിയേ ഉള്ളൂ. ഇത് നമുക്ക് വലിയൊരു ഗുണപാഠമാണ്. ഈ ഉപമയെ ആസ്പദമാക്കിയാണ് നമുക്ക് വീട് പണിയുന്നവൻ ബുദ്ധിയുള്ളവൻ എന്ന് നമുക്കവിടെ കാണിക്കും. ബുദ്ധിയുള്ളവൻ വീട് പണിയുന്നതും ബുദ്ധിയില്ലാത്തവൻ വീട് പണിയുന്നതിനെ കുറിച്ച്. ഒരുത്തൻ എപ്രകാരമാണ്? അടിസ്ഥാനമിട്ടു, പാറമേൽ അടിസ്ഥാനമിട്ടു വീട് പണിതു. മറ്റവനോ മണലിന്മേൽ വീട് പണിതു. മറ്റൊരു ഉപമ, വിത്തിന്റെ ഉപമ പറഞ്ഞതും ഇതെല്ലാം കോടീകരിച്ചുകൊണ്ടാണ് ദൈവം ഈ ഉപമകളെല്ലാം എല്ലാതും ഒന്നിനൊന്നിന് സാദൃശ്യമുണ്ട്. കാര്യം നമ്മളെപ്പോഴും ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കണം. നമ്മളെപ്പോഴും ദൈവവിശ്വാസത്തിൽ, ദൈവവചനത്തിൽ, ദൈവത്തിന്റെ കൽപ്പനകളിൽ നാം വിശ്വസ്തതയുള്ളവരായി നാം തീരാം. അല്ലെങ്കിൽ കവാടം അടച്ചു കഴിഞ്ഞാൽ പിന്നെ അഗ്നിക്കിരയായി തീരും, ഏതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു പങ്ക് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇവിടെ 10 കന്യമാരിൽ ബുദ്ധിയുള്ള എത്ര കന്യമാരാണ്? 5 പേർ. 5 പേർ ബുദ്ധിയില്ല. ഇവർ 10 പേരും എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരുങ്ങിയിരിക്കുകയാണ് മണവാളനെ എതിരേൽക്കുവാൻ. മണവാളനെ എതിരേൽക്കുന്നത് വന്ന സമയത്ത് അവരെ കാണുവാൻ മാത്രം ചിലപ്പോൾ സാധിച്ചിരിക്കും. എണ്ണയില്ലാതെ ഓടിപ്പോയിരിക്കാം. എണ്ണ വാങ്ങി അവർ പെട്ടെന്ന് ആ കാരണം കേട്ടപ്പോൾ അവർ ഉണർന്നു. പക്ഷെ വിളക്കിലെണ്ണയില്ല. എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഈ വചനങ്ങളെല്ലാം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി, അറിവിന് വേണ്ടി, പരിജ്ഞാനത്തിന് വേണ്ടി ഇന്ന് സുലഭമായി എല്ലാവരുടെ കൈകളിലും സത്യവേദ പുസ്തകം ഇന്ന് കയ്യിലുണ്ട്. വായിച്ചു മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. അതിൽ നിന്നും മെനക്കെടുന്നില്ല. ഇത് കള്ളപ്രവാചകന്മാരുടെയും ഭൂതങ്ങൾ ഇന്നും അനേകർ എവിടെയെങ്കിലും ഒരു ആവശ്യം ഉറച്ച് അങ്ങോട്ടൊന്ന് ചാട. അവിടെ ആ ഭാഷ ഭയങ്കര പ്രാർത്ഥനയുള്ള ഭാഷ, എന്തെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. കർത്താവിന് ഞാൻ അവനെ അറിയുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അത് നമ്മുടെ ഹൃദയങ്ങളിലൂടെ, ആ ഹൃദയത്തിലൂടെ ആണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നത്. നമ്മുടെ നല്ല സ്വഭാവം, നമ്മളെ നല്ല ഇടപെടൽ, നമ്മുടെ നല്ല സ്വഭാവത്തിന്റെ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോഴോ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കത്തിലോ സംസാരത്തിലോ അതുപോലെ ആരാധനകളിൽ, അതിലൂടെയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായ ഒരു എളിമ, ഒരു അനുകമ്പം, ഒരു സ്നേഹം, ഒരു സൗഹാർദ്ദം, ഇതെല്ലാം ഒരു പരിശുദ്ധാത്മാവിന്റെ കാണുമ്പോൾ അയാൾ എന്തൊരു എളിമയുള്ള മനുഷ്യൻ, അയാൾ എന്താ ഇപ്രകാരം, അത് അയാളുടെ മനസ്സിൽ ദൈവത്തിൻ്റെതായ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉള്ളതുകൊണ്ടാണ്. ഇവിടെ കോപവും ക്രോധവും ഇതൊക്കെ ഉള്ളതായ ആർക്കും സ്വർഗരാജ്യത്തിൽ കടന്നു പോകാൻ സാധിക്കുകയില്ല. നമ്മൾ മാതൃകപരമായിട്ടുള്ള ജീവിതം നയിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കൂ. പ്രിയ സഹോദരങ്ങളെ, 10 കന്യകമാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ബുദ്ധി ഉള്ളവരായ ആ കന്യകമാർ എപ്രകാരമുള്ളവരാണ് എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെപ്രകാരമാണ് ആ മണവാളം വന്നപ്പോൾ അവരോടുകൂടെ കടന്നു പോകാൻ കഴിഞ്ഞത് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് നാം മുന്നേറിയാൽ മാത്രമേ നമുക്ക് ആ മണവാളന്റെ വരവിൽ നമുക്ക് കടന്നു പോകാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ വിളക്കിൽ ചിലപ്പോൾ എണ്ണ കണ്ടെന്ന് വരില്ല. അതിനുവേണ്ടി ഒരു അവസരം നമ്മൾ കൊടുക്കരുത്. ആയതുകൊണ്ട് ഇന്നത്തെ പകൽക്കാലം ഈ വചനം നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവത്തോടും പ്രാർത്ഥനയോടുകൂടെ ദൈവമേ, ഞങ്ങളെയും ആ ബുദ്ധിയുള്ളതായ കന്യകമാരുടെ കൂട്ടത്തിൽ എണ്ണുവാൻ, ഉൾക്കൊള്ളുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ തെറ്റുകളെയും കുറവുകളെയും ബലഹീനതകളെയും പോരായ്മകളെയും നിങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ട് സത്യമാർഗത്തിൽ നിങ്ങളെ നടത്തി നിങ്ങളെ ജീവിപ്പിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ.